കൊല്ലം അഞ്ചലിൽ UDF നേതൃത്വത്തിനെതിരെ ഭീഷണിയുമായി 38 സ്ഥാനാർത്ഥികൾ. ജില്ലാ പഞ്ചായത്ത് അഞ്ചൽ ഡിവിഷൻ ലീഗിന് നൽകിയതിനെതിരെയാണ് ഈ പ്രതിഷേധം. ലീഗ് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ നോമിനേഷൻ പിൻവലിക്കുമെന്ന് 4 പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾ ഭീഷണി മുഴക്കി. ലിജോ റോളൻസ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിജോ, ഇത്തരത്തിലുള്ള ഭീഷണികൾ കൊണ്ട് മാത്രം ഇതിവിടെ അവസാനിക്കുമെന്ന് കരുതാമോ? എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ? അമൃത, കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസ് മത്സരിച്ചു വന്നിരുന്ന ഒരു സീറ്റായിരുന്നു അഞ്ചൽ ഡിവിഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇത്തവണ അത് മാറി അത് ലീഗിന് നൽകിയതോടുകൂടെയാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. ലീഗ് കഴിഞ്ഞ തവണയൊക്കെ മത്സരിച്ചിരുന്നത് ചിതറ ഡിവിഷനിലായിരുന്നു. എന്നാൽ ഇത്തവണ അത് SC ജനറൽ ആയതുകൊണ്ട് തന്നെ ലീഗിന് അവിടെ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയില്ല എന്ന് അറിയിക്കാൻ തുടർന്നാണ് ഈ സീറ്റുകൾ ഡിവിഷനുകൾ വെച്ച് മാറിയത്. ഇതോടുകൂടിയാണ് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായത്. ലീഗ് അവിടെ സ്ഥാനാർത്ഥിയായി അഞ്ചൽ ബദറുദ്ദീനെയും പ്രഖ്യാപിച്ചു. ഇതിന് പിന്നാലെയാണ്, കാരണം നേരത്തെ തന്നെ കോൺഗ്രസിന്റെ ഒരു ഡിവിഷൻ ആയിരുന്നത് കൊണ്ട് അവിടുത്തെ ഒരു പ്രാദേശിക നേതാവ് ആയിട്ടുള്ള PB വേണുഗോപാൽ വളരെ നേരത്തെ തന്നെ പ്രചരണം ആരംഭിക്കുകയും ഫ്ലെക്സുകളും ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ പതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ലീഗിന് കൈമാറിയെന്നറിഞ്ഞതോടുകൂടെയാണ് ഈ DCC നേതൃത്വത്തിന് കത്ത് നൽകിയിരിക്കുന്നത്. അതായത് ഏരൂർ, അഞ്ചൽ, ഇടമുളയ്ക്കൽ, അലൈമൺ പഞ്ചായത്തുകളിൽ നിന്ന് മത്സരിക്കുന്ന 38 സ്ഥാനാർത്ഥികളാണ്. കോൺഗ്രസിന്റെ 38 സ്ഥാനാർത്ഥികൾ ഒപ്പിട്ട കത്താണ് DCC പ്രസിഡന്റ് നൽകിയിരിക്കുന്നത്. വേണുഗോപാലിനെ അല്ലാതെ ഈ ബദറുദ്ദീനെ എന്ന സ്ഥാനാർത്ഥിയുമായാണ് മുന്നോട്ട് പോകുക എന്നുണ്ടെങ്കിൽ ഈ 38 പേരും തങ്ങളുടെ സ്ഥാനാർത്ഥി നോമിനേഷൻ പിൻവലിക്കും എന്നുള്ള ഒരു ഭീഷണിയാണ് ഇപ്പോൾ മുഴക്കിയിരിക്കുന്നത്. DCC നേതൃത്വം ഇടപെട്ട് അങ്ങനെ പരിഹരിക്കാമെന്നുള്ള ഒരു ചർച്ചകളും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്.